2026 തെരഞ്ഞെടുപ്പിനുള്ള കേളി കൊട്ടിക്കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സന്നാഹം ആരംഭിച്ചു. കോൺഗ്രസ് ഒരു പടി മുന്നിൽ എന്നുള്ള നിലയിൽ പറഞ്ഞു 50% സ്ത്രീകളെ നിർത്തും, യുവാക്കളെയും യുവതികളെയൊക്കെ കൂടി 50% നിർത്തും, ബാക്കി 50% സീനിയർ ആളുകളെ നിർത്തും. അങ്ങനെ ഞങ്ങൾ ഇതാ കളം പിടിക്കും, കളം നിറയും 100 സീറ്റിലേക്ക്. ലീഗുകാർ പറയുന്നു ഞങ്ങളും ഇങ്ങനെ യുവാക്കളെയും യുവതികൾക്കെല്ലാം അവസരം കൊടുത്തുകൊണ്ട് ഞങ്ങളും കളം പിടിക്കും. ഇതിനിടയിൽ കേരള കോൺഗ്രസ് ജെഎസ്എഫ് ഗ്രൂപ്പ് പറയുന്നു ഞങ്ങൾക്ക് മാണിയൊന്നും ആവശ്യമില്ല, ഞങ്ങളും കളം നിറയും. ഇങ്ങനെ എല്ലാവരും കളം നിറഞ്ഞ് പിടിക്കാൻ നിൽക്കുമ്പോഴാണ് BJP എവിടെ എന്ത് ചെയ്യുമെന്നുള്ള വലിയൊരു ചോദ്യം വരുന്നത്. കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് കേരളത്തിലെ 34 വരെ വരുന്ന മണ്ഡലത്തിൽ, ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 34 വരെ വരുന്ന മണ്ഡലങ്ങളിൽ 10,000 മുതൽ 20,000 മുതൽ 35,000 വരെ, ചിലയിടങ്ങളിൽ 40,000-ന് തൊട്ട് താഴെ വരെ വോട്ട് BJP പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കണക്കുകളും വരുന്നുണ്ട്. 2-3 സീറ്റുകളിൽ BJP ജയിക്കും, 10-20 സീറ്റുകളിൽ പലരും ജയിക്കുന്നതിനെ കുറിച്ച് BJP തീരുമാനിക്കും. ചിലപ്പോൾ ഒരു 10-34 സീറ്റുകളിൽ ആര് ജയിക്കണമെന്ന് BJP തീരുമാനിക്കും. കാരണം ധാരാളം വോട്ട് BJP കൊണ്ടുപോകും. അതുപോലെ തന്നെ മറ്റു ചില വാദങ്ങളും കണക്കുകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ VK പ്രശാന്തിനുണ്ടായിരുന്ന ഒരു പേര് പെട്ടെന്നൊരു ബലൂൺ പൊട്ടുന്നത് പോലെ VK പ്രശാന്തിന്റെ ആ ഇമേജ് പൊട്ടിയതായിട്ട് BJP ഫോൾഡറുകളിൽ വലിയ ആഘോഷം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ ശ്രീലേഖയെ നിർത്തിയാൽ പാട്ടുംപാടി ജയിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് വന്നിട്ടുണ്ട്. കാരണം അവർ പറയുന്നതാണ് ശരി എന്നുള്ള, നൈതികത എന്നുള്ള വലിയ ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാർ കുറെ ദിവസങ്ങളായി തിരുവനന്തപുരം വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലുമായിട്ടുണ്ട്, നിരന്തരമുണ്ട് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് V മുരളീധരൻ വലിയ തോതിൽ കഴക്കൂട്ടത്തുണ്ട്. അതുപോലെ തന്നെ കാട്ടാക്കടയിൽ കൃഷ്ണദാസ് നിരന്തരം കാട്ടാക്കടയിലുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ, ചാത്തന്നൂർ മണ്ഡലം 2 പ്രാവശ്യമായിട്ട് ഇവരുടെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, BJPയുടെ കയ്യിൽ 2ാം സ്ഥാനം. അതുപോലെ ചെങ്ങന്നൂർ, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സജി ചെറിയാന്റെ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പാണ്ടനാട് ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകൾ, 8 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകളിൽ BJPയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി, പാലക്കാട് അവിടെ ഗ്രൂപ്പ് പോലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പാലക്കാട് വീണ്ടും ഒരു സാധ്യതയിലേക്ക് കയറി വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ച BJPയുടെ ഒരു വളർച്ചയായി വരുമോ? കൃഷ്ണകുമാറിന് പകരം അവിടെ ആരെങ്കിലും വളരെ സൂപ്പറായുള്ള കാൻഡിഡേറ്റ് നിന്നാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ കാസർഗോഡ് ഉള്ള ചില മഞ്ചേശ്വരം, നേരത്തെ സുരേന്ദ്രന്റെ, അതുപോലെ പത്തനംതിട്ട, പല മണ്ഡലങ്ങളിലും BJP ശക്തമായ സാന്നിധ്യമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും 10, 20, 30 മണ്ഡലങ്ങളിൽ BJP വളരെ ഡിസിസീവ് ഫാക്ടറായി മാറും. പക്ഷെ അവിടെ അപ്പോഴൊരു പ്രശ്നമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കണ്ടതുപോലെ, നമ്മളെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് കണ്ടതുപോലെ UDFന്റെ വോട്ടുകളല്ല BJP മറിക്കുന്നത്, LDFന്റെ വോട്ടുകളാണ്, പ്രത്യേകിച്ച് CPMന്റെ വോട്ടുകളാണ് എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെളിയിച്ചത്. 35-ൽ നിന്ന് 50-ലേക്ക് പോയതിൽ CPMന്റെ ഒരുപാട് വാർഡുകൾ പിടിച്ചു. മാത്രമല്ല കോൺഗ്രസ് 10-ൽ നിന്ന് 19-ലേക്ക് പോയപ്പോൾ 9 വാർഡ് കോൺഗ്രസ് കൊണ്ടുപോയി, ബാക്കി 15ഓളം വാർഡുകൾ BJP കൊണ്ടുപോയി. അതുപോലെ പല മണ്ഡലങ്ങളിലും, നേമത്താവട്ടെ ശിവൻകുട്ടിയുടെ നേമം, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, അങ്ങനെ കാട്ടാക്കട, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ കഴക്കൂട്ടം, ജോയിയുടെ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ് എന്നൊക്കെ പറയുന്ന എല്ലാ പ്രദേശങ്ങളിലും BJP ശക്തമായ ഒരു സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. V ജോയി തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി V ജോയിയുടെ പഞ്ചായത്ത്, കിഴുവിലം പഞ്ചായത്ത് BJP കൊണ്ടുപോയി. MP രാജേഷ് എന്ന് പറയുന്ന തദ്ദേശ വകുപ്പ് മന്ത്രിയുടെ പാലക്കാടുള്ള പഞ്ചായത്ത്, സ്വന്തം പഞ്ചായത്ത് BJP കൊണ്ടുപോയി. അങ്ങനെ വലിയ തോതിലാണ് BJP കളം നിറയുന്നത്. നേരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 20% വോട്ടുണ്ടായിരുന്നു. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ ഒരു 14%-മായി കുറഞ്ഞെങ്കിലും അവരുടെ സീറ്റിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അവർക്ക് നിലവിലുള്ള 1-2 സ്ഥലങ്ങൾ പോയെങ്കിലും, പന്തളം പോലുള്ള സ്ഥലങ്ങൾ പോയെങ്കിലും ബാക്കി ഒരുപാട് പഞ്ചായത്തുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ആ തരത്തിൽ BJP ഒരു അസ്പൃശ്യ പാർട്ടിയാണെന്ന് ആരും പറയാത്ത രീതിയിൽ, BJP എഴുതിത്തള്ളാൻ കഴിയാത്തൊരു പാർട്ടിയാണെന്നുള്ള രീതിയിൽ വളർന്നിട്ടുണ്ട്. അപ്പോഴും ഗോപകുമാറിനെ പോലെയുള്ള, ഡോക്ടർ ഗോപകുമാറിനെ പോലെയുള്ള, ജയപ്രഭാഷിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ, പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒന്നുകിൽ UDFനെ തളർത്തണം, അല്ലെങ്കിൽ LDFനെ തളർത്തണം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ LDFനെ തളർത്താനാണ് BJPക്ക് കൂടുതൽ സാധ്യതയും അവസരവും എന്നുള്ളതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ UDF എന്ന് പറയുന്ന സംവിധാനം ഉടനെ വന്നാലും LDFന് ഇനി ഒരു പ്രാവശ്യം വരാതിരിക്കാൻ അവിടെ വരുന്ന ഗ്യാപ്പ്, അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിലൂടെയും
ഈ കേരളത്തിൽ വരുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള ഭരണത്തിന്റെ നല്ല ഭരണങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട്, നല്ല വികസന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, അതായത് 26 കഴിഞ്ഞ് 31 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. 1987 അഹമ്മദാബാദ് നഗരസഭയിലുണ്ടായ, മുനിസിപ്പാലിറ്റിയിലുണ്ടായ വിജയത്തെ തുടർന്നാണ് ഗുജറാത്ത് പിടിച്ചു എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ, അതേ നരേന്ദ്ര ദാമോദർ ദാസ് മോദി തിരുവനന്തപുരത്ത് വരുന്നു. എന്തിനു വേണ്ടി? തിരുവനന്തപുരത്തിന്റെ മാസ്റ്റർ പ്ലാൻ റിലീസ് ചെയ്യാൻ വേണ്ടി. തിരുവനന്തപുരത്തിന് വൻകിട പദ്ധതികളുമായി ഇതാ മോദി വരുന്നു ജനുവരിയിൽ എന്നുള്ള വാർത്ത വലിയ വാർത്തയാണ്. അപ്പൊ അതെല്ലാം കൂടെ വന്നുണ്ടാക്കുന്ന ഒരു ഹൈപ്പ്, പിന്നെ അമിത്ഷാ ഉണ്ടാക്കിയിട്ട് പോയ ഹൈപ്പ്, ഇതെല്ലാം കൂടി ചേർന്ന് കേരളത്തിൽ പുതിയ ഒരു സാഹചര്യം വന്നാൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. നേരത്തെ ഒരാളെങ്കിലും BJP അനുകൂല വർത്തമാനം പറഞ്ഞാൽ പോട്ടെ, ന്യായം പറഞ്ഞാൽ മതി, BJP അനുകൂലം വേണ്ട. ഇപ്പൊ ഉദാഹരണം, ഇന്നിപ്പോ K മുരളീധരനും ശബരിനാഥും ഒക്കെ ന്യായം പറഞ്ഞല്ലോ. എന്താണ് വി കെ പ്രശാന്ത് എന്തുകൊണ്ട് അസംബ്ലിയിലെ 2 റൂം ഉപയോഗിക്കുന്നില്ല, അല്ല നിയമസഭയിലെ മറ്റേ MLA ഹോസ്റ്റലിൽ 2 റൂം ഉപയോഗിക്കുന്നില്ല, എന്തിനിവിടെ തൊട്ടടുത്ത് വാടകയ്ക്ക് എടുത്തു എന്നുള്ള ന്യായം പറഞ്ഞാൽ, ഒരു 5 വർഷമോ 10 വർഷം മുമ്പാണ് ഈ ന്യായം പറഞ്ഞാൽ ഉടൻ തന്നെ ശബരിനാഥ് സംഖ്യയാവും, ചാണകത്തി ചവിട്ടി എന്നൊക്കെ പറയും. ഇന്ന് പക്ഷെ അങ്ങനല്ല. എല്ലാ ഭാഗത്തു നിന്നും BJPയെ, അവിടെ ചിന്തിക്കുന്നവരെ പോകുന്നവരെയൊക്കെ ചാണകം സംഖ്യയിൽ നിന്നും പറയാത്ത നിലയിലേക്കുള്ള ഒരു അക്സെപ്റ്റൻസിലേക്ക് BJP കയറി വരുന്നില്ലേ എന്ന് സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ തരത്തിൽ ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ BJP മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും 20, 30, 35 സീറ്റുകൾ വരെ, പല ചാനലുകളും പല കണക്കുകൾ പറയുന്നതനുസരിച്ച് 20 മുതൽ 35 സീറ്റ് വരെ, 34, 35 സീറ്റ് വരെ ഡിസിസീവ് ഫാക്ടറായി BJP മാറുകയും നിർണായക ശക്തിയായി മാറുകയും വളരെ കുറഞ്ഞ സീറ്റുകൾ പിടിക്കുകയും ചെയ്യും. അത് ഈ തെരഞ്ഞെടുപ്പിലെ ചിത്രം. അങ്ങനെയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ഒരു 3-1 സീറ്റെങ്കിലും, അല്ലെങ്കിൽ 10, 30, 40 സീറ്റെങ്കിലും പിടിക്കുന്ന കക്ഷിയായി BJP വന്നാൽ അതിൽ അത്ഭുതമില്ല എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ അവിടെ തളരാൻ പോകുന്നത് CPM ആണെങ്കിൽ അതൊരു വലിയ ട്രാജഡി ആയിരിക്കും. കാരണം ബംഗാളിൽ ഇതുപോലെ CPM തകർന്ന് തരിപ്പണമായതിനു ശേഷം അവിടെ കയറി വരുന്നത് തൃണമൂൽ കോൺഗ്രസും BJPയുമാണ്. BJP എന്നവർ വലിയ സാന്നിധ്യമാണ്. ത്രിപുരയിൽ CPM പോയപ്പോൾ BJPയാണ് ഭരണത്തിൽ വന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഭാവിയിൽ, ഇന്നലെ വരെ CPM വേഴ്സസ് BJP ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ LDF വേഴ്സസ് BJP ആയിരുന്നുവെങ്കിൽ കഥ മാറുന്നു. BJP ബാർ NDA ബാർ വേഴ്സസ് UDF എന്നുള്ള നിലയിലേക്ക് കഥ മാറുകയാണോ? അങ്ങനെ സംഭവിച്ചാൽ LDFിലെ ഘടകകക്ഷികൾ, കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ NDAയിലേക്ക് വരുമോ? പുതിയ ചോദ്യങ്ങളാണ്, രാഷ്ട്രീയ ചോദ്യങ്ങളാണ് കേരള രാഷ്ട്രീയം ലോകത്തോട് ചോദിക്കുന്നത്.